നമസ്കാരം. ഇതൊരു പ്രധാന വാർത്തയാണെന്നറിയില്ല. എങ്കിലും കേരളത്തിൽ വളരെ പെട്ടെന്ന് ചില പ്രധാനപ്പെട്ട മീഡിയ സർവേകൾക്കും അവരുടെ ഇന്നലെ വരെയുള്ള നിലപാടുകൾക്കും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ ഈ വാർത്ത വിശ്വസിക്കാതിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം ഈ വാർത്തയുടെ അടിസ്ഥാനം പിണറായി വിജയൻ LDF വേണമെങ്കിൽ LDFന് വീണ്ടും ഒരു മൂന്നാം ടൈം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തരത്തിലും LDF രക്ഷപ്പെടില്ല എന്നും നൂറിലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു പ്രത്യേക സംഭവവികാസങ്ങളും ഇല്ലാതെ പ്രത്യേക കാരണങ്ങളും ഇല്ലാതെ ഉടൻ തന്നെ പറയുകയാണ്, ഇന്നലത്തെ സർവേ വൈകുന്നേരം തൊട്ട് പറയുകയാണ് LDFന് വേണമെങ്കിൽ ജയിക്കാം, അല്ലെങ്കിൽ LDF UDF ഒപ്പത്തിനൊപ്പമായി. അങ്ങനെ ഒപ്പത്തിനൊപ്പമായി നിൽക്കുന്ന കറക്റ്റ് ടൈമിലാണ് ഇലക്ഷൻ നടക്കുന്നത്. കാരണം 99 സീറ്റുണ്ടായിരുന്ന LDF കുറഞ്ഞ് 70ലേക്കും 71ലേക്കും വരുന്ന സമയത്ത് ആണ് ഇലക്ഷൻ നടക്കുന്നത്. കുറച്ചുകൂടെ തോറ്റുപോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. 70 സീറ്റ് വേണം ജയിക്കാം. പക്ഷെ ഇത് പറയുമ്പോൾ അവർ വെറുതെ പറയുമോ? കാരണം അതിൻ്റെ പിന്നിൽ പണത്തിൻ്റെ സ്വാധീനം ഉണ്ടാകാം, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാം, സമുദായങ്ങളുടെ സ്വാധീനം ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഇങ്ങനെ പറയണമെങ്കിൽ ഇപ്പോൾ വന്ന വാർത്ത, ഇപ്പോഴൊന്നല്ല 2 ദിവസം മുമ്പ് വന്ന വാർത്ത, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുണ്ട്, അവരുടെ ഭർത്താവുണ്ട്, അവരുടെ പരകാൽ പ്രഭാകർ എന്നാണ്, പാർക്കല പ്രഭാകർ എന്നുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അവരുടെ ഭർത്താവ് ഒരു ഗവേഷകനാണ്, സോഷ്യോളജിസ്റ്റാണ്, സെസിബോളജിസ്റ്റാണ്, അങ്ങനെ പല യോഗ്യതകളുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, പഴയകാല ഇലക്ഷൻ കമ്മീഷൻ ഓഫീഷ്യൽസ് എല്ലാം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ആരോപണം, വോട്ടിംഗ് ടൈം കഴിഞ്ഞിട്ടും ഈ വോട്ടിംഗ് പ്രൊസീജിയർ അവിടെ തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. ആ തുടർന്നിരുന്നതിൻ്റെ കാരണം പല സമയങ്ങളിലായി 52 ലക്ഷം വോട്ടുകളും അവിടെ ചെയ്തു. 52 ലക്ഷം വോട്ട് അവിടെ ചെയ്തു എന്നാണ് പറയുന്നത്. അത് രാത്രി 11 മണിക്ക്, 12 മണിക്ക്, 3 മണിക്ക് എല്ലാം. ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ യാതൊരു വിശദീകരണവും ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു വിശദീകരണമുണ്ട്. എല്ലാ ബൂത്തിലും വോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ, വോട്ട് അവസാനിപ്പിച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവിടെ ആ പർട്ടിക്കുലർ ബൂത്തിൽ എത്ര പേര് വോട്ട് ചെയ്തു, എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ, എത്ര വികലാംഗർ, എത്ര ചലഞ്ച് വോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്നൊരു കോംപ്രിഹെൻസീവ് ലിസ്റ്റുണ്ട്. ആ ഒരു പർട്ടിക്കുലർ 1000 പേരുള്ളിടത്ത് 800 വോട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ 800 വോട്ട് ചെയ്തിരിക്കുന്നു, 800 വോട്ടിൽ ഇത്ര ഓരോ വിഭാഗത്തിൽപ്പെട്ട ചെയ്തിരിക്കുന്നത് കൃത്യമായ ഒരു കണക്ക്, റെക്കോർഡ്, രേഖാമൂലം ബൂത്ത് ഏജൻറ്റുമാർക്ക്, ഓരോ സ്ഥാനാർത്ഥിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ബൂത്ത് ഏജൻറ്റുമാർക്ക് അതിൻ്റെ കോപ്പി കൊടുക്കുക എന്നുള്ള പതിവ് ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ നാളുകളായി മോഡി ജനാധിപത്യം പുനഃസ്ഥാപിച്ച് മോഡി വിശ്വഗുരു ആകുന്നതനുസരിച്ച് ഇത്തരം അവകാശങ്ങളെല്ലാം ഇല്ലാതായി വരുന്നു. ഇതൊരു അത്ഭുതമാണ്. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ചുള്ള പർക്കല പ്രഭാകറുടെ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പല കാര്യങ്ങളും വിശ്വസിക്കേണ്ടി വരും. അത് എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടേ മതിയാകും. കേരളത്തിലും അങ്ങനെ നടന്നുകൂടെ? ഇത് നടക്കണമെങ്കിൽ ഒരു സംഭവമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പരസ്പരം സഹായിച്ചെങ്കിൽ മാത്രമേ ഈ കളി നടക്കുകയുള്ളൂ. ഇവിടെ പിണറായി വിജയൻ ഇപ്പോഴും ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു തരത്തിലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ജയിക്കില്ല എന്ന് പിണറായി വിജയന് തന്നെ ഉറപ്പുള്ള അവസ്ഥയിൽ വീണ്ടും ജയിക്കുമെന്ന് നമ്മുടെ കുറേ ചാനലുകൾ പറയുന്ന, റിപ്പോർട്ടർ ചാനൽ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട, മറ്റ് പല ചാനലുകളും ഇന്നലെ വരെ പിണറായിയെ എതിർത്തിരുന്ന ചാനലുകൾ പറയുമ്പോൾ ഇവിടെയും എന്തോ ചീഞ്ഞു നാറുന്നു എന്നുള്ള മണം ഉണ്ടാകുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്താ പറയുന്നതെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ സാധാരണ ആരോപണം വന്നു കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടിൻ്റെ
പ്രൊസീജിയറെല്ലാം പലയിടത്തും തടസ്സപ്പെട്ട് കിടക്കുകയാണ്, പലർക്കും അതിൻ്റെ സൗകര്യം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത ഒരു വശത്ത് വരുന്നുണ്ട്. പക്ഷെ അതുപോലെ ആധാർ കാർഡ് രണ്ടാമത് അടിക്കുന്നെന്ന് വാർത്ത വരുന്നുണ്ട്. ഇതൊക്കെ വാർത്തകൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം നിർമ്മലാ സീതാരാമൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ SY പഴയ ഇലക്ഷൻ കമ്മീഷണർ ഖുറേഷി നിഷേധിക്കാത്ത കാര്യം എന്താണ്? ആലോചിച്ചാൽ മതി. ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ നിഷേധിക്കാനോ ഖുറേഷിക്കെതിരായിട്ടെങ്കിലും കേസെടുക്കാനോ തയ്യാറായിട്ടില്ല. ഇത് പ്രസിദ്ധീകരിച്ച മീഡിയക്കെതിരായിട്ട് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്തേ അങ്ങനെ ചെയ്യുന്നത്? ഇത് പല മീഡിയകളിലും പ്രസിദ്ധീകരിച്ചു, പല പ്രാദേശിക പത്രങ്ങളിലും വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ചാനലുകളൊന്നും ഇതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. തൊട്ടടുത്ത സംസ്ഥാനം ആന്ധ്രയിൽ നടന്നതാണ്. ചന്ദ്രബാബു നായിഡുവാണ് അവിടുത്തെ സർവ്വ നേതാവ്. ഒരു കാലത്ത് കോൺഗ്രസ് വിരുദ്ധ മുന്നണിയുടെ നേതാവായിരുന്നു അദ്ദേഹം. ഇന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ മനുഷ്യൻ ആ ആന്ധ്രയിൽ എങ്ങനെയാണ് ജയിച്ചത്? അതുപോലെ ഹരിയാനയിൽ വന്നപ്പോൾ ആരോപണം വന്നു, ആരും ഗൗരവത്തിലെടുത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ നിരോധിച്ചു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നീതി കിട്ടുന്നില്ല, കോടതി ഇത് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ, ഇലക്ഷൻ പ്രൊസീജിയർ ആയതുകൊണ്ട്, ഇലക്ഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കോടതി ഇടപെടാൻ സാധാരണഗതിയിൽ വൈമുഖ്യം കാണിക്കും. ഇലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്ന വിജയം ഇങ്ങനെയുള്ളതാണോ? അവിടെയാണ് പ്രശ്നം. കേരളത്തിൽ വിജയത്തെക്കുറിച്ച് പിണറായി വിജയൻ ഉറപ്പ് പറയുമ്പോൾ, ചില ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് പറയുമ്പോൾ, ചില മാധ്യമ സിംഹങ്ങൾ ഉറപ്പ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ ആന്ധ്ര മോഡൽ കേരളത്തിലും പരീക്ഷിക്കാൻ റെഡിയായിരിക്കുന്നു എന്നല്ലേ? ഇന്നിപ്പം തൃശ്ശൂർ വാടാനപ്പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. ഏത് അറ്റം വരെ പോകും? BJP മോശക്കാരൊന്നുമല്ല. ധർമ്മോ ഭഗവത്ഗീതയിലൊക്കെ ഉള്ളൂ, ഉപനിഷത്തിലും വേദങ്ങളിലും ഉള്ളൂ. പ്രായോഗിക രംഗത്ത് അവർ ധർമ്മമൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. വാടാനപ്പള്ളിയിൽ കിറ്റ് കൊടുക്കുക, 4000 കിറ്റ് ഒരു അസംബ്ലി ഇലക്ഷന് കൊടുക്കുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയാണ് കൊടുക്കുന്നത്, BJPക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുക, ശ്രീരാമനെക്കുറിച്ച് പ്രസംഗിക്കുക, പരമശിവനെക്കുറിച്ച് പ്രസംഗിക്കുക. ഇതാണ് ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗതി മാത്രമല്ല, ഇന്ത്യയുടെ ഗതിയും അധോഗതിയായിരിക്കും. നമുക്ക് സത്യസന്ധമായി ഇതിൻ്റെ ഓരോ ചുവടും നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കണ്ണും കാതും ബാലറ്റ് പേപ്പറിലുണ്ടായിരിക്കണം, EVMിലുണ്ടായിരിക്കണം. അവിടെ എന്താ സംഭവിക്കുന്നത് കൃത്യമായിട്ടറിയണം. അവിടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളുടെ തെറ്റിനെ എതിർക്കുന്ന, തെറ്റായ രീതിയെ എതിർക്കുന്ന സമീപനം ജനങ്ങളും കൂടി സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, തട്ടിപ്പ് ജനാധിപത്യത്തിൽ കൂടിയുള്ള ഏകാധിപത്യം ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അത് എത്രയും പേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.